എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരിടമാണ് നമ്മുടെ കേരളം, അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ കഥയെക്കുറിച്ചാണ്. നൂറ്റാണ്ടുകളായി പല വിശ്വാസങ്ങളെയും കൈകോർത്തുപിടിച്ച ഒരു പാരമ്പര്യത്തിന്റെ, ഒരുമയുടെ യഥാർത്ഥ കഥ. അപ്പോ നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ലോകത്തിലെ 3 പ്രധാന മതങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യമായി കാലുകുത്തിയത്? ഒരേയൊരു കൊച്ചു സ്ഥലത്ത്, നമ്മുടെ കേരളത്തിൽ എന്ന്. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം തുടങ്ങുന്നത് ഒരൊറ്റ സ്ഥലത്തു നിന്നാണ്. പുരാതന തുറമുഖ നഗരമായിരുന്ന മുസിരിസ്, അതായത് ഇന്നത്തെ നമ്മുടെ കൊടുങ്ങല്ലൂർ. പണ്ടുകാലത്ത് കേരളം എന്ന് പറയുന്നത് വെറുമൊരു സ്ഥലമായിരുന്നില്ല കേട്ടോ. നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള കച്ചവടക്കാരെ ഇങ്ങോട്ട് ആകർഷിച്ചു. പക്ഷെ അതിലുമുപരി ഇവിടെ വന്നവരെയെല്ലാം അവരുടെ ആശയങ്ങളെയും സംസ്കാരങ്ങളെയും 2 കൈയും നീട്ടി സ്വീകരിച്ചൊരു നാടായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ കേരളം ഒരു ഗ്ലോബൽ ഹബ്ബായി മാറി. അപ്പോ ഈ ഒരുമയുടെ കഥയിലെ ആദ്യത്തെ അധ്യായമെന്ന് പറയുന്നത് കേരളത്തിലെ ജൂതന്മാരുടേതാണ്. അവരുടെ ചരിത്രമുണ്ടല്ലോ, അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണ്. ഒന്നാലോചിച്ചു നോക്കൂ, ഏകദേശം 2000 വർഷം മുൻപ് സോളമൻ രാജാവിന്റെ കാലത്താണ് ജൂതന്മാരുമായി നമ്മുടെ ബന്ധം തുടങ്ങുന്നത്. പിന്നീട് AD 70 ജെറുസലേമിലെ അവരുടെ പ്രധാന ആരാധനാലയം തകർക്കപ്പെട്ടപ്പോൾ ഒരു വലിയ വിഭാഗത്തിന് അഭയം നൽകിയത് ഈ കേരള മണ്ണായിരുന്നു. നൂറ്റാണ്ടുകളോളം അവരിവിടെ ജീവിച്ചു, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി. 1568 കൊച്ചിയിലെ പ്രശസ്തമായ പരദേശി സിനഗോഗ് പണിതതും അവരാണ്. അവസാനം 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപീകൃതമായപ്പോൾ അവരിൽ ഭൂരിഭാഗം പേരും അങ്ങോട്ടേക്ക് മടങ്ങിപ്പോയി. ഈ കൂടിച്ചേരലിന്റെ ഏറ്റവും വലിയൊരു ചരിത്രപരമായ തെളിവാണ് AD 1000 ജൂതശാസനം. ഇതൊരു വെറും ചെമ്പുതകിട് മാത്രമല്ല, അന്നത്തെ ചേര രാജാവ് അവർക്ക് നൽകിയ അവകാശങ്ങളായിരുന്നു അത്. വെറുതെ ഇവിടെ താമസിക്കാനുള്ള അനുവാദം മാത്രമല്ല, സ്വന്തമായി കച്ചവടം ചെയ്യാനും നികുതി പിരിക്കാനും സമൂഹത്തിൽ വലിയ പദവികൾ നേടാനുമുള്ള രാജകീയ അംഗീകാരം. ശരിക്കും പറഞ്ഞാൽ അവരെ ഈ നാടിന്റെ ഭാഗമാക്കുകയായിരുന്നു. ഇന്നും നിങ്ങൾ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ പോയാൽ അവരവശേഷിപ്പിച്ചു പോയ ആ പൈതൃകം നേരിട്ട് കാണാം. അവിടത്തെ പരദേശി സിനഗോഗ് എന്തൊരു ഭംഗിയാണെന്നോ! അതിനകത്ത് കയറിയാൽ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന കൈകൊണ്ട് വരച്ച ടൈലുകൾ കാണാം, ബെൽജിയത്തിൽ നിന്നുള്ള ക്രിസ്റ്റൽ വിളക്കുകൾ കാണാം. അന്നത്തെ ആ ഗ്ലോബൽ കണക്ഷൻ നമുക്കവിടെ കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ കയറുന്ന പോലെ ചെരുപ്പൂരിയിട്ട് സിനഗോഗിൽ കയറുന്ന അവരുടെ രീതി, അത് കാണിച്ചു തരുന്നത് അവർ എത്രത്തോളം നമ്മുടെ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നു എന്നാണ്. അപ്പോ ഇത് ജൂതന്മാരുടെ കഥ. പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല. കാരണം ജൂതന്മാരെ പോലെ തന്നെ ക്രിസ്തുമതത്തിനും ഇസ്ലാം മതത്തിനും കേരളത്തിൽ വളരെ ആഴത്തിലുള്ള വേരുകളുണ്ട്. അവരുടെയും കഥ തുടങ്ങുന്നത് അതേ സ്ഥലത്താണ്, കൊടുങ്ങല്ലൂരിൽ. AD 52. ഒന്ന് ആലോചിച്ചു നോക്കൂ, ക്രിസ്തുവിന്റെ മരണശേഷം അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ തോമാസ് ലീഹ ഇവിടെ എത്തിയെന്നാണ് വിശ്വാസം. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിക്കപ്പെട്ടതും കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിയങ്കരയിലാണ്. അതുപോലെ തന്നെയാണ് ഇസ്ലാം മതത്തിന്റെ കാര്യവും. പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ AD 629 ചേരമാൻ പെരുമാൾ വഴി ഇസ്ലാം മതം കേരളത്തിലെത്തി. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിച്ചതും ഇവിടെ കൊടുങ്ങല്ലൂരിൽ തന്നെയാണ്. ഇതിന്റെ പ്രാധാന്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് വെറുമൊരു കേരളത്തിന്റെ മാത്രം ചരിത്രമല്ല. മിഡിൽ ഈസ്റ്റിന് പുറത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ 2 നമ്മുടേത്. ഇത് ലോക ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. പക്ഷേ ഇത്രയും കാലത്തെ ഈ ഒരുമയുടെ ചരിത്രമൊക്കെ പറയുമ്പോഴും ഈ അടുത്ത കാലത്ത് ഇതിന് നേർവിപരീതമായ ഒരു ചിത്രം വരച്ചു കാട്ടാൻ ഒരു ശ്രമമുണ്ടായി. ദി കേരള സ്റ്റോറി എന്ന സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ 2 വാദങ്ങളാണ് പ്രധാനമായും ഉയർന്നു വന്നത്. ഒരു വശത്ത് സിനിമ പറയുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകളെ മതം മാറ്റി തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ്. എന്നാൽ മറുവശത്ത് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ വന്നു. സിനിമയിൽ പറയുന്ന 32,000 എന്ന കണക്ക് പൂർണ്ണമായും തെറ്റാണെന്നും കേരളത്തിന്റെ ഒരുമയെയും മതേതര സ്വഭാവത്തെയും തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമയെന്നും അവർ വാദിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിനിമയിലെ ചില അവകാശവാദങ്ങൾ ശരിയല്ലെന്ന് കണ്ടപ്പോൾ അത് തിരുത്താനായി നമ്മുടെ സുപ്രീം കോടതിയും സെൻസർ ബോർഡും തന്നെ ഇടപെടുകയുണ്ടായി. അപ്പോ ഈ വിവാദങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, നമുക്ക് തിരിച്ചു നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്താണ് കേരളത്തിന്റെ യഥാർത്ഥ കഥ? കേരളത്തിന്റെ യഥാർത്ഥ കഥ എന്ന് പറയുന്നത് ഈ വിവാദങ്ങളൊന്നുമല്ല. അത് പല മതങ്ങളിലും വിശ്വസിക്കുന്ന ആളുകൾ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ഒരുമിച്ച് ജീവിച്ചതിന്റെ കഥയാണ്. അതുതന്നെയാണ് ഈ നാടിന്റെ യഥാർത്ഥ സൗന്ദര്യവും, അല്ലേ? അപ്പോ ഞാൻ ഈയൊരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ വെച്ച് നിർത്തുകയാണ്. ലോകം മുഴുവൻ വിഭജനത്തിന്റെ കഥകൾ പറയുമ്പോൾ നൂറ്റാണ്ടുകളായി ഒരുമിച്ച് ജീവിച്ച നമ്മുടെ ഈ ചരിത്രത്തിൽ നിന്ന്
നമുക്കെന്താണ് പഠിക്കാനുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ.